വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 23 സൂക്തം 71. ഈ സത്യസന്ദേശം ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ചാണ് നിലക്കൊണ്ടിരുന്നതെങ്കിൽ ആകാശഭൂമികളും അതിൽ വസിക്കുന്നവരൊക്കെയും എന്നേ നശിച്ചു പോകുമായിരുന്നു. പക്ഷേ നാം അവർക്ക് വേണ്ടിയുള്ള ഉത്ബോധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. അവരാകട്ടെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുന്നു. ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നത് ദൈവിക നിയമങ്ങളും തദടിസ്ഥാനത്തിലുള്ള ജീവിത വ്യവസ്ഥയുമൊക്കെ തങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തങ്ങളുടെ അഭീഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കണം എന്നാണ്. ഉദാഹരണത്തിന് മദ്യപാനം, വ്യഭിചാരം, ചൂതാട്ടം, മോഷണം, സ്വവർഗരതി ഇങ്ങനെയുള്ള അധാർമിക ജീവിത രീതിയൊക്കെ ഉത്കൃഷ്ടമാണെന്നും അവയെ നിരോധിക്കുന്ന ദൈവിക നിയമവ്യവസ്ഥകൾ പാടില്ലെന്നുമാണ് ജനങ്ങളിൽ ഭൂരിഭാഗവും ആഗ്രഹിക്കുന്നതെങ്കിൽ അതാണ് നിയമമായി മാറേണ്ടത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അഥവാ ലിബറലിസം. ഇപ്പോൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന അവൻ്റെ ഇച്ഛകൾക്കും മോഹങ്ങൾക്കും വിലങ്ങുതടിയായി നിൽക്കുന്ന ദൈവിക നിയമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ ചിന്താഗതി ഇന്നലെ തുടങ്ങിയതല്ല. മനുഷ്യചരിത്രത്തോളം തന്നെ അതിന് പഴക്കമുണ്ട്. ഒരൊറ്റ ദൈവത്തെ മാത്രം ആരാധിക്കുന്നതും സ്വാതന്ത്ര്യ നിഷേധമാണ്. മനുഷ്യർക്ക് തോന്നുന്നത് പോലെ ദൈവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് പൂജിച്ചോളട്ടെ. ഇങ്ങനെ ഏത് രംഗത്തും തോന്നും പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് മനുഷ്യർ പൊതുവെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവിടെ പരസ്പര സംഘട്ടനങ്ങളും കലഹങ്ങളുമായിരിക്കും സംഭവിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ പബ്ലിക് റോഡിൽ യാതൊരു നിയന്ത്രണവും നിയമവുമില്ല. തങ്ങൾക്ക് തോന്നിയ പോലെയൊക്കെ വാഹനം ഓടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും അവസ്ഥ. ആകാശവും ഭൂമിയും ഒക്കെ കുഴപ്പങ്ങളും സംഘട്ടനങ്ങളും കൊണ്ട് നിറയും. സർവനാശത്തിന് അത് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ അതിനാൽ മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വകവെക്കാതെ സത്യവും ധർമ്മവും നീതിയും അടങ്ങുന്ന ഉത്ബോധനങ്ങൾ അല്ലെങ്കിൽ ജീവിത നിയമ വ്യവസ്ഥകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചു വിട്ടിട്ട് നിങ്ങൾ തോന്നിയതുപോലെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു വിടുന്നത് എത്ര അക്രമമാണ്, എത്ര അനീതിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതിക്കും പ്രകൃതത്തിനും യോജിച്ചതല്ല അത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് പ്രവാചകന്മാർ മുഖേന അവരുടെ ജീവിതത്തിന് അനുഗുണമായ നിയമവ്യവസ്ഥകൾ അവതരിപ്പിച്ചു കൊടുക്കുന്നത്.